Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa ashabihi ajma'in. Rabbi habli hukman wa alhiqni bis salihin waj'alni lisana sidqin fil akhirin waj'alni min barasati jannatin na'im. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون. صدق الله مولانا العلي العظيم. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഈമാൻ സ്വീകരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അമൂല്യമായ അപാരമായ അനുഗ്രഹം ആരോഗ്യമാണ് എന്ന് കഴിഞ്ഞ ആഴ്ച വിശുദ്ധമായ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ നാം മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആരോഗ്യം. നാം ഈ കാര്യം അടിവരയിട്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ ആരോഗ്യം, ആ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ രോഗപ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം ആരോഗ്യം, ആ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം. ആ ആരോഗ്യം തകരുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ രോഗം പിടിപെടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളൊന്നും നമ്മിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബുല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ് വഫീ കുല്ലി ഖൈർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുഅ്മിനുൽ ഖവിയ്യു, ശക്തനായ മുഅ്മിൻ, ധീരനായ വിശ്വാസി, അരോഗദൃഢഗാത്രനായ വിശ്വാസി, ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസി. ഇതാണ് ഖവിയ്യുൽ, അൽ മുഅ്മിനുൽ ഖവിയ്യു. ആരോഗ്യ സംരക്ഷണം ശ്രദ്ധിക്കുന്ന, ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസി. ഖൈറുൻ വ അഹബ്ബു ലില്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അവനെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ അനുഗ്രഹം, ആ അനുഗ്രഹമാകുന്ന ആരോഗ്യത്തെ സംരക്ഷിക്കണം. ആ ആരോഗ്യത്തിന് ബലഹീനതയുണ്ടാകുന്ന, ദുർബലത ഉണ്ടാകുന്ന ഒന്നും നമ്മളിൽ നിന്നും ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ശ്രദ്ധിക്കുന്ന, ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു വിശ്വാസി, അവനോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് മനുഷ്യൻ. തങ്ങൾ പറഞ്ഞു, അൽ മുഅ്മിനുൽ ളഈഫ്, ദുർബലനായ വിശ്വാസിയേക്കാൾ, ആരോഗ്യത്തിന് പരിഗണന കൊടുക്കാതെ, ആരോഗ്യം ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന ഒരു വിശ്വാസിയേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം ആരോഗ്യം ശ്രദ്ധിച്ച് ജീവിക്കുന്ന വിശ്വാസിയാണ്. വഫീ കുല്ലി ഖൈർ, എല്ലാം നല്ലവരാണ്. ദുർബലനായ വിശ്വാസിയും ശക്തനായ വിശ്വാസിക്കും ഒരുപാട് നന്മകളുണ്ട്. പക്ഷെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവനാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ആരോഗ്യം, ഈ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കലും നിർബന്ധമാണ്. ആരോഗ്യ സംരക്ഷണത്തിന് ഇസ്ലാം നിർദ്ദേശിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് 4 കാര്യങ്ങളാണ്.
ഒന്ന്, ശരിയായ ഭക്ഷണ ശൈലി. 2, ശരിയായ വ്യായാമം. 3, ശരിയായ ശ്വാസോച്ഛ്വാസം. 4, നിയന്ത്രിതമായ മനസ്സ്. ഈ 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ പരിഗണിച്ചാൽ ഒരാൾക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും. ആരോഗ്യവാനായി ഒരാൾക്ക് ജീവിക്കാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്, പരിശുദ്ധ ഇസ്ലാം പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാകണമെന്ന് മാത്രം. ഇതൊക്കെ എന്നെ കൊണ്ട് സാധ്യമാകുമോ എന്ന് ചിന്തിക്കരുത്. ഒന്ന്, ശരിയായ ഭക്ഷണ രീതിയാണ്. ആഹാരശീലങ്ങളിൽ സൂക്ഷ്മതയും നിയന്ത്രണവും ഇല്ലാത്തതാണ് മനുഷ്യ സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒട്ടുമിക്ക രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം. ആഹാരം നന്നായാൽ ആരോഗ്യം നന്നായി എന്നാണ് പതിരില്ലാത്ത പഴഞ്ചൊല്ല്. ആഹാരം ഓക്കെയാണെങ്കിൽ ആരോഗ്യം ഓക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ആരോഗ്യം നിലനിർത്താൻ ഒരു മനുഷ്യൻ എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, ഇതെല്ലാം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആധുനിക ശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഒന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് ആരോഗ്യ സംരക്ഷണത്തിന് വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതിലേറെ കാര്യങ്ങൾ നൂറ്റാണ്ട് 14 മുൻപ് വിശുദ്ധ ഖുർആനും ആ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ആരോഗ്യ സംരക്ഷണത്തിന് ഇസ്ലാം വയ്ക്കുന്ന ഒന്നാമത്തെ നിർദ്ദേശം ഭക്ഷണ നിയന്ത്രണമാണ്. ഭക്ഷണം വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊക്കെ ഈ വിഷയം പറയുമ്പോൾ സത്യത്തിൽ ഈ പറയുന്ന ഞാനിത് പറയാൻ യോഗ്യനാണോ എന്ന് ഞാൻ ചിന്തിച്ചു. എങ്കിലും ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് കേട്ടു നോക്കാം എന്താണെന്ന്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ. സൂറത്തുൽ ബഖറ 172-ാമത്തെ ആയത്ത്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ. ഇതൊക്കെ വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്. കാരണം വിശ്വാസികൾക്ക് മാത്രമേ ഉത്ബോധനം ഫലപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, അല്ലയോ സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്ന വിഭവങ്ങളിൽ നിന്നും നിങ്ങൾ നല്ലത് ആഹരിക്കണം, നല്ലത് കുടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഒരുപാട് വസ്തുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ചിലതൊക്കെ മനുഷ്യന് ആരോഗ്യദായകമാണ്, ചിലതൊക്കെ മനുഷ്യന് ആരോഗ്യത്തിന് ഹാനികരമുണ്ടാക്കുന്നതാണ്. ഇവിടെ അല്ലാഹു പറയുന്നത്, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്കും നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് വിശിഷ്ടമായത് ഭക്ഷിച്ചു കൊള്ളുക. വഷ്കുറൂ ലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നവരുമാകുക. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ ഏകനായ റബ്ബിനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തും തിന്നാം, എന്തും കഴിക്കാമെന്ന കാഴ്ചപ്പാട് ശരിയല്ല. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, ആരോഗ്യദായകമായ, ഫലസമ്പുഷ്ടമായ, പോഷക സമ്പുഷ്ടമായ ആഹാരങ്ങൾ മാത്രമേ കഴിക്കാവുള്ളൂ. ഇത് വലിയൊരു വിഷയമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പോഷക സമ്പുഷ്ടമായ ആഹാരം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരുപാട് വിഭവങ്ങൾ, ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അത് നമുക്ക് പിന്നീട് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അപ്പോ നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അനുവദനീയമായ ഭക്ഷണമാണോ എന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കണം. രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ടത്, ശരീരത്തിന് ഗുണകരമാണോ അതോ ആരോഗ്യത്തിന് ഹാനികരമാണോ? ഒരു ഭക്ഷണം നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോൾ പ്രഥമവും പ്രധാനവുമായി നാം ആലോചിക്കേണ്ടത്, ഇത് ഹലാലാണോ, കഴിക്കൽ അനുവദനീയമാണോ? രണ്ടാമത്, ഈ ഭക്ഷണം കഴിക്കൽ കൊണ്ട് എന്റെ ശരീരത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ അതോ ദോഷമാണോ എന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അതാണ് ഖുർആൻ പറഞ്ഞത്, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. എത്ര സുന്ദരമായ ഭാഷയിലാണ് അല്ലാഹു പറഞ്ഞു തരുന്നത്. ആരോഗ്യദായകമായ,
പോഷക സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കണം. ആരോഗ്യത്തിന് ഹാനികരം ഉണ്ടാകുന്നതൊക്കെ വർജിക്കണം. മനുഷ്യന്റെ ശരീരത്തിനെ തകർക്കുന്നതൊന്നും ഭക്ഷിക്കൽ പാടില്ല. ഇതാണ് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകേണ്ട ചിന്ത. ഇതാണ്, ഹലാലാണോ, ഇതെന്റെ ആരോഗ്യത്തിന് ഗുണമുള്ളതാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാവിന് രുചിയുള്ളത്, വായിക്ക് സ്വാദുള്ളത് എന്തും നിങ്ങൾ കഴിക്കരുത്. എന്തും വാരി വലിച്ച് നിറയ്ക്കാനുള്ള പാത്രമാണ് നിങ്ങളുടെ വയറെന്ന് നിങ്ങൾ ധരിക്കരുത്. ആദം പ്രവാചകന്റെ പ്രയോഗം ശ്രദ്ധിക്കുക. മനുഷ്യൻ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായ പാത്രം, നമ്മൾ പല പാത്രങ്ങളും നിറയ്ക്കാറുണ്ട്. നബിതങ്ങൾ പറയുന്നു, മനുഷ്യൻ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായ പാത്രം മിൻ ബത്നിഹി, അവന്റെ ഉദരമാണെന്ന് ഖാല റസൂലുള്ളാഹി. നമ്മുടെ വയറിനെ ഒരു പാത്രത്തോട് തങ്ങൾ ഉപമിച്ചു. എന്നിട്ട് പറഞ്ഞു, മനുഷ്യൻ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായ പാത്രം വയറാണ്. എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം വയറാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ബറദത്ത് എന്ന് പറഞ്ഞാൽ? ആമാശയത്തിലേക്ക് ഭക്ഷണം ഇങ്ങനെ കോരിയിടുക. വായിക്ക് രുചിയുള്ള, വായിക്ക് സ്വാദുള്ള ആഹാരം ഇങ്ങനെ ക്രമാതീതമായി ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. അതിനാണ് അൽ ബറദത്തു എന്ന് പറയുന്നത്. ആദ്യം കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പായി വീണ്ടും ഭക്ഷണം കഴിക്കുക. സ്വാദുള്ളതല്ലേ, രുചിയുള്ളതല്ലേ എന്ന് കരുതിക്കൊണ്ട്. ഇതാണ് ബറദത്ത്. ഈ രീതിയിൽ ഭക്ഷണം കഴിക്കലാണ് സർവ്വ രോഗങ്ങളുടെയും അടിസ്ഥാനം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലേ? ആഹാരമാണ് എല്ലാ രോഗത്തിന്റെയും കാരണം. എന്താണ്? ആഹാരമാണ്. ഇപ്പൊ ഏത് ഡോക്ടറെ പോയി നമ്മൾ ഒരു രോഗവുമായി സമീപിച്ചാലും ആദ്യം ആ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് ആഹാരം നിയന്ത്രിക്കണോ, ആഹാരം നിയന്ത്രിക്കണം. എന്താ കഴിച്ചെന്ന് ചോദിക്കും. ആഹാരത്തിന്റെ ശൈലിയും അതിന്റെ ക്രമവും ഒക്കെ നമ്മളോട് ചോദിക്കും. നാം മനസ്സിലാക്കുക, എല്ലാ രോഗങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നത് ആഹാര ക്രമീകരണത്തിൽ നിന്നാണെന്ന് നാം മനസ്സിലാക്കണം. ആഹാരത്തിൽ നിന്ന്, വയറിൽ നിന്നാണ്. ആഹാരത്തെ നമ്മൾ സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. ഇപ്പൊ നമുക്കറിയാം, ചൈനക്കാർ എന്തും വാരി വലിച്ചു തിന്നുന്ന ഒരു സ്വഭാവമുള്ളവരാണ് ഈ ചൈന. അല്ലെ? അവര് തവളെ തിന്നും, എലിയെ തിന്നും, നായയെയും പൂച്ചയെയും തിന്നും, എലിയെയും പല്ലിയെയും തിന്നും. തീന്മേശയുടെ ആ പുറവും അതിന്റെ 4 കാലും ഒഴിച്ചു ബാക്കി എല്ലാം ഉള്ളിലാക്കുന്ന ഒരു വിഭാഗമാണ് ചൈന. ഏറ്റവും വലിയ മാരകമായ രോഗങ്ങളുടെ ഉത്ഭവം ചൈനയിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ നമുക്കറിയാം, ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ മുഴുവനും മുൾമുനയിൽ നിർത്തിയ, ലോക ജനതയെ മുഴുവനും നിശ്ചലമാക്കി കളഞ്ഞ ഒരു മഹാരോഗമായിരുന്നു കൊറോണ. കൊറോണ വൈറസിന്റെ ഉത്ഭവം എവിടെ നിന്നാ? ചൈനയിലെ വുഹാനിൽ നിന്നാണ്. എന്തായിരുന്നു കൊറോണയുടെ അവസ്ഥ? എന്നാലോചിച്ച് നോക്കി. ഇതുപോലെ നമുക്ക് പള്ളി വന്നിരിക്കാൻ പറ്റുമായിരുന്നോ? ആ കൊറോണ കാലത്ത് പള്ളി കയറുന്ന 5 പേര്, ഇമാമ് കൂട്ടി 5 പേര്. ആദ്യം വരുന്നവർക്ക് പള്ളി കയറാം, പിന്നെ വരുന്നവർക്ക് കയറാൻ പറ്റില്ല. അന്ന് എന്തെല്ലാം കോലാഹലങ്ങളാണ് നമ്മുടെയൊക്കെ പള്ളികളിൽ നടന്നത്. പള്ളിയിൽ ഒരു വഖ്ത് നിസ്കരിക്കാൻ വരാത്തവർ, ഒരു ജുമായ്ക്ക് പേരിന് പോലും ഒരു ജുമാ നമസ്കരിക്കാത്തവർ, അവർ മുസല്ലയായിട്ട് വരിക കൊറോണ കാലത്ത് നിസ്കരിക്കാൻ വേണ്ടി. സിനിമാടി നിസ്കരിക്കുന്നവരെ നിസ്കരിപ്പിക്കാതിരിക്കാൻ വേണ്ടി. എന്തെല്ലാം പുകിലായിരുന്നല്ലേ? അള്ളാഹു അത്തരത്തിലുള്ള മാരക രോഗങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ സമുദായത്തെയും ലോകത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, സർവ്വ ലോകങ്ങളുടെയും അടിസ്ഥാനം ഭക്ഷണത്തിൽ നിന്നാണ്. ആ ഭക്ഷണം നിയന്ത്രിക്കാത്ത ഒരു വിഭാഗമാണ് ചൈന. മാരകമായ രോഗങ്ങളുടെ ഉത്ഭവം അത് ചൈനയാണെന്ന് വൈദ്യശാസ്ത്രം എന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്, കൊറോണ ഉൾപ്പെടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തും വാരി നിറയ്ക്കാനുള്ള പാത്രമാണ് വയറെന്ന് നിങ്ങൾ ധരിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രഥമമായ ചിന്ത, ഇത് അനുവദനീയമാണോ, എന്റെ ശരീരത്തിന് ഗുണകരമാണോ എന്ന് ചിന്തിക്കുക. രണ്ടാമതായി ഖുർആൻ പറഞ്ഞത്, വകുലു വശ്റബു
വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു പറയുന്നു, കുലു വകുലു, നിങ്ങൾ ഭക്ഷിച്ചോളി, വഷ്റബു, നിങ്ങൾ കുടിച്ചോളി, വലാ തുസ്രിഫു, അമിതമാകരുത്. അമിതമാകരുത്. ഭക്ഷണം കഴിക്കുന്നത് അമിതമാകരുത്, വെള്ളം കുടിക്കുന്നത് അമിതമാകരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതം കാണിക്കുന്നവരോട് അല്ലാഹുവിന് ഇഷ്ടമില്ല എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ അഅറാഫ് 32-ാമത്തെ ആയത്ത്. മിതത്വം പാലിക്കണം, ഭക്ഷണത്തിൽ മിതത്വം പാലിക്കണം. അതാണ് ആരോഗ്യം നിലനിർത്താൻ ഉപകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ഭക്ഷണത്തിലുള്ള അമിതം. അമിതമായി കഴിക്കരുത്, അമിതമായി കുടിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഭക്ഷണം, മുമ്പേ സൂചിപ്പിച്ചതുപോലെ, ഒരു ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പ് അടുത്ത ഭക്ഷണം കഴിക്കുക. ഇതാണ് ഒരർത്ഥം. അമിതമായ ആഹാരം കഴിക്കുക, അമിതമായ ആഹാരം കഴിക്കാൻ പാടില്ലെന്നുള്ളതാണ്. ഇതൊക്കെ നിയന്ത്രിക്കാൻ അല്ലാഹു ഈ പറയുന്ന എനിക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാ ഞാൻ പറഞ്ഞത്, അമീൻ പറയണേ, ഇതാ ഞാൻ പറഞ്ഞത്. ഇത് പറയാൻ ഞാൻ പോലും യോഗ്യനല്ല. നിയന്ത്രണം പാലിക്കണം. നബികൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ മലഅ ആദമിയ്യൻ ബിആഅൻ ശർറ മിൻ ബത്നിൻ ബിഹസ്ബി ബിനി ആദമ ലുക്കൈമാതുൻ. അമിതം കാണിക്കരുത്, മിതത്വം പാലിക്കണമെന്ന് പറഞ്ഞാൽ എത്ര കഴിക്കണം? വളരെ വ്യക്തമായി നബിതങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ എത്ര കഴിക്കണം? ഒരു മനുഷ്യൻ കഴിക്കേണ്ടത് ബിഹസ്ബി ബിനി ആദമ ലുക്കൈമാതുൻ, അവന്റെ നടുവ് നിവർത്തി നിൽക്കാൻ ആവശ്യമായ ചെറിയ ഉരുളകൾ മാത്രമാണെന്ന് മഹാനായ നബിഗുന റസൂലുള്ളാഹി. എത്ര കഴിക്കട്ടെ? ലുക്കൈമാത്ത്, ലുക്കുമാത്ത് എന്നല്ല, അതിന്റെ തഫ്സീർ അറബി അറിയുന്നവർക്കറിയാം. ലുക്കൈമാത്ത് ചെറിയ ഉരുളകൾ, നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് വാരി കൊടുക്കുന്നത് പോലുള്ള ചെറിയ ഉരുളകൾ, അതും മതിയാകും ഒരു മനുഷ്യൻ. വയറ് നിറയുന്നതല്ല പ്രശ്നം, നടുവ് നിവർത്തി നിൽക്കാൻ ആവശ്യമായ ചെറിയ ഉരുളകൾ മതി ഒരു മനുഷ്യൻ. ഇനി അത്ര പോരാ, കുറച്ചുകൂടി കഴിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു, നിന്റെ വയറിന്റെ മൂന്നിൽ ഒരു ഭാഗം ഭക്ഷണത്തിന് വേണം. ഭക്ഷണം മൂന്നിലൊരു ഭാഗം ഭക്ഷണം. മൂന്നിലൊരു ഭാഗം വെള്ളം കുടിക്കാൻ, വെള്ളത്തിന് വേണ്ടി. മൂന്നിലൊരു ഭാഗം ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടി മാറ്റിവെക്കണം. അല്ലെ? ഇത്ര കൃത്യമായ അളവാണ് ഇത് പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് ആ തങ്ങൾക്കല്ലാതെ ഇത്ര കൃത്യമായിട്ട് ഇതൊക്കെ പറയാൻ ലോകത്താർക്ക് പറയാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡോക്ടർമാർ ഇതൊക്കെ തന്നെയല്ലേ നിർദ്ദേശിക്കുന്നത്? വയറ് നിറയ്ക്കരുത്, അമിതം ആഹാരം, അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഡോക്ടർമാർ. അതൊന്നും നമുക്ക് ചർച്ച ചെയ്യണ്ട. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ പരതി നോക്കിയാൽ ധാരാളം കിട്ടും. പക്ഷേ ഈ വിഷയമായി അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞു, ഭക്ഷണത്തിനു വേണ്ടി മൂന്നിലൊന്ന്, മൂന്നിലൊന്ന് വെള്ളം കുടിക്കാൻ, മൂന്നിലൊന്ന് വയറ് കാലിയായിട്ടിടണം. വയറ് നിറയുമ്പോഴാണ് നമുക്ക് ഏമ്പൊക്കൊക്കെ ഉണ്ടാകുന്നത്. ഏമ്പൊക്കം വിടുന്ന ആ ഒരു രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നാണ്, അല്ലെ? ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കല് അബൂ ജുഹൈഫ റളിയല്ലാഹു തആല അൻഹു വന്നു. പ്രവാചകന് ഇഷ്ടപ്പെട്ട ഒരു സഹാബിയാണ് അബൂ ജുഹൈഫ. അകലത്ത് സരീദതൻ ബിലഹ്മിൻ, അദ്ദേഹം പത്തിരിയും ഇറച്ചിയും നന്നായിട്ട് അങ്ങ് കഴിച്ചു. സമീൻ ബിലഹ്മിൻ സമീൻ ഫഅതൈതു, അദ്ദേഹം പറയുകയാണ്, നന്നായിട്ട് ഇറച്ചിയും പത്തിരിയും ഒക്കെ കഴിച്ചിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലെത്തി. വഅന അതശജ്ജഉ വഅതജശ്ശഉ, ഞാൻ ഇങ്ങനെ ഏമ്പക്കം വിട്ടുകൊണ്ടിരിക്കുന്നു.
അല്ലെ ഭക്ഷണം കഴിച്ചാൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ശരീരത്തിൽ നിന്നും വരുന്നതാണ്. ഞാനിങ്ങനെ ഏമ്പക്കം പിടിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു തന്റെ സദസ്സിലിരുന്ന് പല തവണ ഏമ്പക്കം വിടുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്താണ് ഒരു മര്യാദയില്ലേ? ഇതൊരു പൊതു സദസ്സല്ലേ അബൂ ജുഹൈഫ? എന്താണ് ഈ ഏമ്പക്കം വിടൽ? അതൊന്ന് തടഞ്ഞുകൂടെ നിനക്ക്? അള്ളാഹുവിന്റെ റസൂൽ പൊട്ടിത്തെറിച്ചു. എന്താണ് ചില ആളുകളൊക്കെ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോയിട്ട് നിസ്കാരത്തിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഏമ്പക്കം വിടും. അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ അറിയാം ഉള്ളിൽ എന്താ ആക്കിയത്. അതിന്റെ എല്ലാം മണം ഇങ്ങനെ പുറത്തേക്ക് വരും. തടയണം, മാക്സിമം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പൊതു സദസ്സുകളിൽ ഇത് പ്രത്യേകം ഒരു സദസ്സിന്റെ മര്യാദയാണ്. എന്താണ് ഈ ഏമ്പക്കം വിടൽ? എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ദുനിയാവിൽ ഏറ്റവും കൂടുതൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഖിയാമത്ത് നാളിൽ ഒരുപാട് വിഭാഗം ആളുകൾ അനുഭവിക്കേണ്ടി വരും. നാളെ ആഖിറത്തിൽ ഏറ്റവും കൂടുതൽ വിശപ്പ് സഹിക്കേണ്ടി വരുന്നവർ ദുനിയാവിൽ അമിതമായി ആഹരിക്കുന്നവരാണെന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിൽ വെച്ച് അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നബിയോട് ഒരു ഉദ്ദേശം ഉണ്ടായി. പുറത്തോട്ടിറങ്ങിയിട്ട് അല്ലാഹു റസൂലിന് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ പ്രവാചകനെ കുറിച്ച് ഈവത്തും പറഞ്ഞില്ല. അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങൾ ഈ പറഞ്ഞത് ഞാൻ ഉൾക്കൊണ്ടു. എന്നിട്ട് പറയുന്നു, ഫമാ അകല അബൂ ജുഹൈഫ, അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു പിന്നെ ആഹരിച്ചിട്ടില്ല, മിൽഅ ബത്നിഹി, വയറ് നിറയെ ആഹരിച്ചിട്ടില്ല, ഹത്താ ഫാറഖ ദുനിയ, ഈ ലോകത്തിൽ നിന്നും വിട പറയുന്നത് വരെ. പിന്നെ വയറ് നിറച്ച് അദ്ദേഹം ആഹാരം കഴിച്ചിട്ടില്ല. വകാന ഇദാ തഅദ്ദാ ലാ യതഅശ്ശാ വഇദാ തഅശ്ശാ ലാ യതമശ്ശാ, റവാഹു തബ്റാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം അത് ഉൾക്കൊണ്ടു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. വയറ് നമുക്ക് ഏമ്പക്കം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഭക്ഷണം കഴിക്കാൻ നമ്മൾ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴുമല്ല, ചില സമയങ്ങളിൽ നബിയും സഹാബത്തും വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. വയറു നിറച്ച് ഭക്ഷണം കഴിക്കൽ തെറ്റാണെന്നല്ല പറഞ്ഞത്. എപ്പോഴും ഇങ്ങനെ വയറു നിറച്ച് ഭക്ഷണം കഴിക്കൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് ശരീരത്തെ നശിപ്പിക്കും, ആരോഗ്യത്തെ നശിപ്പിക്കും എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു പ്രസിദ്ധമായ വാക്കുണ്ട്, ഇയ്യാകും ബൽ ബിദ്ദിനതൈ മിനത് തുആം, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, വയറ് നിറച്ച് ആഹരിക്കുന്നതിനെയും സൂക്ഷിക്കണം. വയറ് നിറച്ച് ആഹരിക്കാൻ പാടില്ല. ഫഇന്നഹാ മസ്കലത്തുൻ അനിസ്സലാ, വയറ് കണ്ടമാനം നിറഞ്ഞാൽ നിങ്ങൾക്ക് നമസ്കരിക്കാൻ മടിയുണ്ടാകും. മുഫ്സിദത്തുൽ ലിൽ ജസദി, ആരോഗ്യം നഷ്ടപ്പെടും. മൂരിസത്തുൽ ലിസ്സഖമി, അത് രോഗത്തെ ഉണ്ടാക്കും എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. ആഹാരം അമിതമായി ആഹാരം കഴിച്ചാലുള്ള പ്രശ്നമാണ്, നമസ്കരിക്കാൻ മടിയുണ്ടാകും. റമദാനിലൊക്കെ ഇപ്പൊ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കണ്ടമാനം ആഹാരം കഴിച്ചാൽ പിന്നെ തറാവീഹിന് പള്ളി കാര്യമാവും. അപ്പൊ ആദ്യത്തെ 2-3 ദിവസമൊക്കെ നല്ല ആളായിരിക്കും, നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, എല്ലാവരും വരും. പിന്നെ ഈ പരിധിവെട്ട ഭക്ഷണവും ക്ഷീണമൊക്കെ ആയിട്ട് പിന്നെ തറാവീഹ് കുറയും. പിന്നെ ഒന്ന് കൂടണമെങ്കിൽ 27-ാം രാവൊക്കെ ആകും, അല്ലെ? അങ്ങനെയൊക്കെയല്ലേ ഇവിടെ സാധാരണ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് കണ്ടമാനം ആഹാരം കഴിച്ചാൽ, അമിതമായി ഭക്ഷണം കഴിച്ചാൽ നമസ്കാരത്തോട് ഒരു മടി, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടും, പല പല രോഗങ്ങൾ ഉണ്ടായിത്തീരുമെന്നാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാധാരണ നമ്മുടെ കാരണവന്മാരൊക്കെ പറയുന്നത് പോലെ ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുക, അല്ലെ? ഇന്നിപ്പോ ജീവിക്കുവാൻ വേണ്ടി ഭക്ഷിക്കുക എന്ന പാരമ്പര്യ ശൈലി മാറി ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുക എന്ന അവസ്ഥയിലേക്ക് ആധുനിക സമൂഹം എത്തപ്പെട്ടിരിക്കുകയാണ്. രുചികരമായ എന്തും തോന്നുന്നതേതും വഴിച്ച് പള്ളയിലാക്കുന്ന ഒരു ശൈലി നമുക്കുണ്ടായിട്ടുണ്ട്.
വലിയ അപകടമാണ്. ഇപ്പം ടിൻ ഫുഡും ഫാസ്റ്റ് ഫുഡും കുപ്പിയിലുള്ള ശീതള പാനീയങ്ങളും മലയാളികളുടെ ഭക്ഷണ സംസ്കാരത്തിന്റെ ഭാഗമായി മാറി അല്ലേ? മാറിയില്ലേ? ഇതൊക്കെ പറയുമ്പം നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും മന്തിക്കടയോ അതുപോലുള്ള കടകളെ പോയിരുന്നിട്ട് നിനക്കെട്ടാ ഇന്ന് കഴിച്ചത് കേട്ടോ എന്നും പറഞ്ഞേക്കല്ലേ. മൊത്തത്തിൽ വ്യാപകമായി, പ്രത്യേകിച്ച് വൃക്കരോഗങ്ങളും ക്യാൻസർ രോഗങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ മലബാർ ഭാഗത്തേക്കാണ്. അത് മുസ്ലിങ്ങൾക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലുള്ള ഭക്ഷണത്തോട് കൂടുതൽ താല്പര്യവും അഭിനിവേശവും ഇതുപോലെ ഫാസ്റ്റ് ഫുഡുകൾക്ക് വേണ്ടി പണം ദൂർത്തടിക്കുന്നതുമൊക്കെ നമ്മുടെ സമുദായക്കാരാണ്. ഇപ്പൊ നമ്മൾ ഇതുപോലെ ഉള്ള കടകളിലേക്ക് നിങ്ങളൊന്ന് ചെന്ന് നോക്ക്, അവിടെ ഭൂരിപക്ഷം മുസ്ലിമുകളായിരിക്കും. തട്ടമടിഞ്ഞ താത്താമാരും താടി വെച്ച കാക്കാമാരും ചെറുപ്പക്കാരുമായിരിക്കും. ഇതൊന്നും കഴിക്കണ്ട എന്നല്ല പറഞ്ഞത്, അമിതമായി കഴിക്കരുത്. ഇത്തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡുകളും ഈ ഭക്ഷണങ്ങൾ ഒക്കെ കഴിക്കുന്നതിന്റെ പേരിൽ രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ, പ്രമേഹം, അമിതവണ്ണം, ഇതൊക്കെ മനുഷ്യനുണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസം മൊബൈലിൽ കണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദഗ്ധ ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണല്ലോ തിരുവനന്തപുരത്തെ RCC. ഈ RCCയിൽ മാരകമായ ക്യാൻസർ പിടിപെട്ട് മലാശയ ക്യാൻസറുമായി എത്തുന്നത് 20-ന്റെയും 30-ന്റെയും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണെന്ന് പറയപ്പെടുന്നു. മനസ്സിലാക്കണം, മലാശയ ക്യാൻസർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 130 പേർക്ക്, ചെറുപ്പക്കാർക്ക് ഈ രോഗം പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര വലിയ അപകടമാണെന്ന് ആലോചിച്ച് നോക്ക്. 100 ചെറുപ്പക്കാരിൽ 30 പേർക്ക്, അത് ചെറുപ്പക്കാരെന്ന് തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, യുവാക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഈ മാരകമായ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നിർദ്ദേശിച്ച ആഹാരക്രമം നാം ശീലിക്കണം. ഇവിടെയൊക്കെയാണ് പ്രവാചകന്റെ അധ്യാപനങ്ങളുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കുലൂ, നിങ്ങൾ ആഹാരം കഴിക്കണം, വഷ്റബൂ, നിങ്ങൾ കുടിക്കണം, വലാ തുസ്രിഫൂ, നിങ്ങൾ അമിതമാകരുത്. വല്ലപ്പോഴും ഒക്കെ ഒരു മന്തി, വല്ലപ്പോഴും ഒക്കെ അതുപോലുള്ള ഫുഡുകൾ, അതിന്റെ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ, അതൊക്കെ വല്ലപ്പോഴും ഒക്കെ. അമിതമാകരുത്. അമിതമായ ഭക്ഷണ രീതിയാണ് ഈ സംസ്കാരം, ഫാസ്റ്റ് ഫുഡ് സംസ്കാരമാണ് മനുഷ്യനെ മാരകമായ രോഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യം അല്ലാഹു നൽകിയതാണ്. ഈ ആരോഗ്യം, എന്റെ ആരോഗ്യം എന്റെ ഇഷ്ടം പോലെ, എന്റെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് ഞാൻ ഇഷ്ടം പോലെ കഴിക്കും. അത് ചോദിക്കാൻ നീ ആരടാ എന്ന് ചോദിക്കുന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ ചോദിക്കും, അലനുസിഹലക ജിസ്മക, എടാ നിനക്ക് ഞാൻ ആഹാരം, നിനക്ക് ഞാൻ ആരോഗ്യം നൽകിയില്ലേ? നിനക്ക് നൽകിയ ആരോഗ്യം നീ സംരക്ഷിച്ചോ? നീ ഞാൻ പറഞ്ഞത്, എന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് നിന്റെ ആരോഗ്യം നീ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും ആരോഗ്യത്തിന്റെ ഉടമസ്ഥനായ റബ്ബ് നമ്മളോട് ചോദിക്കുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കും. എന്റെ തടി, എന്റെ ചോയ്സ്, എന്റെ ഇഷ്ടം, നീ ആരാ ചോദിക്കാം? അത് നമുക്കിന്ന് പരസ്പരം ചോദിക്കാം. പക്ഷെ റബ്ബ് തന്നതാണ് നമ്മുടെ ശരീരം, റബ്ബിൻ്റെതാണ് ഈ ആരോഗ്യം, റബ്ബിന്റെ അനുഗ്രഹമാണ് നമ്മുടെ ശക്തി. അതുകൊണ്ട് അതിശയിച്ചു പോകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്. അമിതമായ ആഹാരം കഴിക്കുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ പ്രത്യേകിച്ച് അതിഥികളായി ചെല്ലുമ്പോൾ ആതിഥേയരായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആഹാരം കഴിക്കാൻ ആരെയും നിർബന്ധിക്കരുത്. മതിയായി എന്ന് പറഞ്ഞാൽ പിന്നെ നിർബന്ധിക്കരുത്. മനസ്സിലാക്കുന്നത്, എന്റെ ഒരു ബറക്കത്തിനായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്റെ ബറക്കത്ത്, എന്റെ ഒരു സന്തോഷത്തിനായി അല്പം കൂടെ, അല്പം കൂടെ, അപ്പോൾ കുറച്ചുകൂടെ, മനസ്സിലായി, നിർബന്ധിക്കരുത്. അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കൊച്ചു മക്കളെ അടിച്ച് ഭക്ഷണം തിന്നിപ്പിക്കരുത്. അവർക്ക് മതി എന്ന് പറയുമ്പോൾ മതി, അവർക്ക് ആവശ്യമുള്ളത് അവർ കഴിച്ചു. കുട്ടികൾക്ക് വിശപ്പുണ്ടായാൽ അവർ കരഞ്ഞുകൊണ്ട് വരും നമ്മുടെ അടുത്തേക്ക്, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം വേണമെന്ന് പറയും. അല്ലാതെ കുട്ടികളെ പറമ്പുതോറും ഇങ്ങനെ കൊണ്ട നടന്ന്
കാക്കയും പൂച്ചയെല്ലാം കാണിച്ച് അമിതമായി കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ പാടില്ല, അപകടമാണത് എന്നൊക്കെ നമ്മൾ ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. കുലൂ വശ്റബൂ. പിന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ കുടിക്കണം, വെള്ളം കുടിക്കണം, അത് മിതത്വം പാലിക്കണം. അവിടെ ഒരു ദിവസം ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്നൊന്നുമില്ല. എപ്പോഴാണോ നമുക്ക് വിശപ്പുണ്ടാകുന്നത് അപ്പോഴാണ് ആഹാരം കഴിക്കേണ്ടത്. എപ്പോഴാണോ ദാഹം ഉണ്ടാകുന്നത് അപ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത്. അമിതമായി വെള്ളം കൂടി ആപത്തിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകും. അമിതമായി വെള്ളം കുടിക്കാൻ പാടില്ല. വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ബിസ്മി പറഞ്ഞു കഴിക്കണം. ഇത് നമുക്കറിയാം. ഇരുന്ന് കഴിക്കണം, ഇരുന്ന് കുടിക്കണം, നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല. അതുപോലെ പ്രവാചകൻ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് വെള്ളം നിങ്ങൾ ചവച്ചു കുടിക്കണം. വെള്ളം ചവയ്ക്കണം, ഭക്ഷണം കുടിക്കണം. നബി മുഹമ്മദ് റസൂലുള്ളാഹി എന്തായി പറഞ്ഞത് താല്പര്യം? വെള്ളം കുടിക്കുമ്പോൾ അത് നമ്മുടെ വായുടെ എല്ലാ ഭാഗത്തും ആ വെള്ളം എത്തണം. ആ വെള്ളം നമ്മുടെ ഉമിനീരുമായിട്ട് കലരണം. ആ കുടിക്കുന്ന വെള്ളത്തിലോ കഴിക്കുന്ന ഭക്ഷണത്തിലോ എന്തെങ്കിലും ആഹാരത്തെ നശിപ്പിക്കുന്ന രോഗാണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രോഗാണുക്കളെ നിർവീര്യമാക്കാനുള്ള ശക്തി നമ്മുടെ വായിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീരിലുണ്ട് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ 14 മുമ്പ് ലോകത്തിന്റെ ഒരു നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്സുൽ മാഅ മസ്സ. വെള്ളം കുടിക്കുമ്പോൾ ചവച്ചു കുടിക്കണം. വെള്ളം ചവച്ചു കുടിക്കണം. ഭക്ഷണം കുടിക്കണം, വെള്ളം ചവച്ച് കഴിക്കണം. അല്ലാഹു റസൂൽ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? വെള്ളം ഇങ്ങനെ അണ്ണാക്കും, വായും ചുണ്ടും അണ്ണാക്കത്തോടെ ഇങ്ങനെ നിന്ന് കുടിക്കും. പാടില്ലത്, അപകടമാണ്. വെള്ളം ഒറ്റയടിക്ക് കുടിക്കാൻ പാടില്ല. നിങ്ങൾ ഒട്ടകം കുടിക്കുന്നത് പോലെ ഒറ്റവരിക്ക് വെള്ളം കുടിക്കാൻ പാടില്ല. വെള്ളം മടക്കായിട്ട് കുടിക്കണം. മസിന വസൂലാസ, 2 മടക്ക് 3 മടക്കായിട്ട് ഒറ്റയടിക്ക് വെള്ളം കുടിക്കാൻ പാടില്ല. വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി പറയണം. വെള്ളം കുടിച്ചതിന് ശേഷം ഹംദ് പറയണം. വെള്ളം മടക്കായി കുടിക്കണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമയം തീർന്നു. ഒരൊറ്റ കാര്യം ഇത് ഞാൻ പറഞ്ഞത്, ആരോഗ്യ സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇസ്ലാം പഠിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് മിതമായ ഭക്ഷണ ശൈലി സ്വീകരിക്കുക എന്നുള്ളതാണ്. മിതമായ ഭക്ഷണ ശൈലി, ഭക്ഷണം ക്രമീകരിക്കുക. ഒരൊറ്റ ചെറിയൊരു സംഭവം 1/2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ റോമിൽ നിന്നും റോമ ചക്രവർത്തി കുറെ വൈദ്യന്മാരെ മദീനയിലേക്ക് പറഞ്ഞു വിട്ടു. പ്രവാചകന്റെ കാലഘട്ടത്തിലാണ്. ഈ റോമ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം മദീനയിൽ വന്ന് ഈ വൈദ്യന്മാർ ചില ക്ലിനിക്കുകൾ, എന്താ പറയുന്നത്, വൈദ്യശാലകളൊക്കെ അവർ തുടങ്ങി. പക്ഷേ രോഗം പിടിപെട്ട് ചികിത്സ തേടി ഒരൊറ്റ മനുഷ്യൻ പോലും ആ വൈദ്യന്മാരെ സമീപിക്കാതെ വന്നപ്പോൾ അത്ഭുതത്തോടുകൂടി മദീനത്തെ പള്ളിയിലെത്തി ഈ വൈദ്യന്മാർ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ ഈ മദീനയിൽ വന്നിട്ട് 3-4 മാസമായല്ലോ, ഇവിടെ ആർക്കും രോഗം വരാറില്ലേ? രോഗികൾ ആരും ഞങ്ങളെ സമീപിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകതാരിന്റെ ഭിത്തിയിൽ എഴുതി വെക്കണം, നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂഅ വഇദാ അകൽനാ ലാ നശ്ബഉ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞങ്ങളൊരു വിഭാഗം ആളുകളാണ്, ഞങ്ങളുടെ സംസ്കാരം ലാ നഅകുലു ഹത്താ നജൂഅ, വിശന്നാലല്ലാതെ ഞങ്ങൾ ആഹരിക്കാറില്ല, ഞങ്ങൾ ആഹരിച്ചാൽ തന്നെ ഞങ്ങൾ വയറ് നിറച്ച് ഭക്ഷിക്കാറില്ല എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മമായ ഒരു കാര്യം. ഇൻഷാ അല്ലാഹ് ഇനി 3 കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് വരുന്ന ആഴ്ചകളിൽ മനസ്സിലാക്കാം. അല്ലാഹു അവന്റെ വരദാനമായി നമുക്ക് നൽകിയ ആരോഗ്യം അല്ലാഹു നമുക്ക് മരണം വരെ നിലനിർത്തി തരുമാറാകട്ടെ.